ഒരു പതിറ്റാണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ എല്ലാമായി അവർക്ക് EPL-ഉം ചാമ്പ്യൻസ് ലീഗും അടക്കം കിരീടങ്ങൾ ആവോളം നൽകി പെപ് ഗാർഡിയോള മടങ്ങി. അദ്ദേഹം സെറ്റ് ചെയ്തു വെച്ച മാർക്കിന്റെ അടുത്തെത്തുക എന്നതുപോലും പുതിയ പരിശീലകൻ എൻസോ മരസ്കയ്ക്ക് വെല്ലുവിളിയാണ്. പെപ്പിന്റെ അതേ ശൈലിയും ഫിലോസഫിയും പിന്തുടരുന്നയാളാണ് മരസ്കയെന്നും ഗാർഡിയോളയുടെ ദൗത്യം അതുപോലെ കൊണ്ടുപോകാൻ തന്നെയാണ് മരസ്കയെ നിയമിച്ചതെന്നും സിറ്റിയുടെ ഡയറക്ടർ ഹ്യൂഗോ വിയാന പറയുന്നുണ്ട്. പത്തു വർഷം ഒരു പുതിയ ഫുട്ബോൾ സംസ്കാരം തന്നെ കൊണ്ടുവന്ന പെപ്പിന്റെ വേർപിരിയലോടെ ക്ലബിലൊരു അനിശ്ചിതത്വം സ്വാഭാവികമാണ്. സർ അലക്സ് ഫെർഗൂസനും ആഴ്സൺ വെങ്ങറും വിട പറഞ്ഞ ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആഴ്സണലും അനുഭവിച്ച പ്രതിസന്ധികളെക്കുറിച്ച് മരസ്ക തന്നെ മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് അവസാനം കാരബാവോ കപ്പ് വിജയത്തിന് പിന്നാലെ താൻ സ്ഥാനമൊഴിയുകയാണെന്ന് ഗാർഡിയോള ക്ലബിനെ അറിയിച്ചിരുന്നു. പകരക്കാരനായി താനാണ് തിരഞ്ഞെടുക്കപ്പെടുക എന്നതറിഞ്ഞത് മുതൽ ഇറ്റാലിയൻ പരിശീലകനായ മരസ്ക സിറ്റിയുടെ എല്ലാ മത്സരങ്ങളും കണ്ടു. പെപ്പിനെ പോലെ മരസ്കയ്ക്കും ഒരു ഫിലോസഫിയുണ്ട്. ഗാർഡിയോളയുടെ അവസാന 2 സീസണുകളെ അപേക്ഷിച്ച് അറ്റാക്കിംഗ് സെറ്റ് പീസ് ഏരിയകൾ മരസ്കയ്ക്ക് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ബിഗ് മാച്ചിൽ എങ്ങനെ കളിപ്പിക്കണമെന്നത് ചെൽസിയിലായിരുന്നപ്പോൾ മരസ്കെ തെളിയിച്ചതുമാണല്ലോ. PSG-ക്കെതിരായ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലും ബാഴ്സലോണയ്ക്കെതിരായ 3-0 വിജയവുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. പെപ്പിന്റെ പരിശീലക സംഘത്തിലുണ്ടായിരുന്ന ഭൂരിഭാഗം പേർക്കും മരസ്ക സിറ്റിയിൽ മികവ് കാട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. പുതിയ സൈനിങ്ങുകൾ വന്നപ്പോൾ മാൻ ടു മാൻ മാർക്കിങ്ങിന് പകരം ഡയറക്റ്റ് സ്റ്റൈൽ ഓഫ് പ്ലേ ആണ് ഗാർഡിയോള സ്വീകരിച്ചത്. 2022-23 സീസണിൽ സിറ്റി ട്രബിൾ നേടുമ്പോൾ പെപ്പിന്റെ അസിസ്റ്റന്റായി മരസ്ക ക്ലബിലുണ്ടായിരുന്നു. തൊട്ടടുത്ത സീസണിൽ ലെസ്റ്റർ സിറ്റിയിലേക്ക് പോകുമ്പോഴും പൊസഷൻ ഓറിയന്റഡ് ഫുട്ബോളാണ് മരസ്ക നടത്തിയത്. ഡിഫൻസിൽ നിന്ന് ലോങ് ബോൾ കളിക്കാൻ പൊതുവെ മരസ്ക ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ പിന്നീട് ചെൽസിയിലേക്ക് പോയപ്പോൾ ഹൈ പ്രസിംഗും മാൻ ടു മാൻ മാർക്കിങ്ങിലും വീഴാതെ നിൽക്കാൻ മരസ്ക ആ ശൈലിയും പിന്തുടർന്നിരുന്നു. ഗ്രൗണ്ടിലെ ഫ്രീമാനെ കണ്ടെത്തി മറ്റുള്ളവരെല്ലാം ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന രീതിയാണ് മരസ്കയുടെ സ്റ്റൈൽ ഓഫ് ഫുട്ബോൾ. എതിരാളികളെ നോക്കി ചിലപ്പോൾ നിങ്ങൾ ഷോർട്ട് പാസുകൾ നൽകണം, ചിലപ്പോൾ ലോങ് പാസുകളും നൽകണം. ഗോൾ കീപ്പർ ഡോണരുമ്മയും നമ്പർ 9-ആയി എർലിംഗ് ഹാലൻഡും ഉള്ളപ്പോൾ ലോങ് പാസ് തന്ത്രം വർക്കാവുമെന്നും മരസ്ക പറയുന്നു. ബിൽഡപ്പ് സമയത്ത് സെൻട്രൽ ഡിഫൻഡർമാർ കൂടുതൽ സമയം പന്ത് കൈവശം വെക്കണമെന്നാണ് മരസ്കയുടെ ഉപദേശം. എതിരാളികളുടെ പ്രസ്സിംഗ് മറികടന്ന് അവസരങ്ങൾ ലഭിക്കാൻ ഇത് സഹായിക്കും. ജോസ് ഗാർഡിയോൾ ഈ റോൾ നന്നായി ചെയ്യുമെന്ന് തന്നെയാണ് മരസ്കയുടെ വിശ്വാസം. പിന്നിൽ നിന്ന് ആക്രമണം തുടങ്ങുമ്പോൾ 3 ഡിഫൻഡർമാരെയും 2 മിഡ്ഫീൽഡർമാരെയും ഉപയോഗിക്കാനാണ് മരസ്കയുടെ പ്ലാൻ. 4ാമത്തെ ഡിഫൻഡർ വിങ്ങിലോ അല്ലെങ്കിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലോ ആക്രമണത്തിലേക്ക് കടക്കണം. റൈറ്റ് ബാക്ക് പൊസിഷനിൽ ചെൽസിയുടെ മോളോ ഗുസ്റ്റാവോയെ ശ്രമിച്ചെങ്കിലും പ്രൈസ് ടാഗ് വലുതായിരുന്നു. റൈറ്റ് സൈഡഡ് സെന്റർ ബാക്കായി ഗുസാനോവിനെ തന്നെയാകും മരസ്ക കളിപ്പിക്കുക. മികച്ച ഫിസിക്കും സ്പീഡും ഗുസാനോവിന് തുണയാകും. സിറ്റിയുടെ തന്നെ അക്കാദമി പ്രൊഡക്റ്റായ നിക്കോ ഓർലിയും മരസ്കയുടെ പ്ലാനിലെ മെയിൻ താരമാണ്. ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരുപോലെ തിളങ്ങാനുള്ള കഴിവുണ്ട് ഒറേലിക്ക്. അദ്ദേഹത്തെ മിഡിലേക്ക് കളിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് ബാക്കിൽ മറ്റ് ഓപ്ഷനുകൾ തേടാം. കഴിഞ്ഞ തവണ സൈൻ ചെയ്ത ഐറ്റ്നൂറയ്ക്ക് സിറ്റിയിൽ തെളിയിക്കാൻ പലതുമുണ്ട്. പരിക്കിനെ തുടർന്ന് സീസൺ നഷ്ടമായി. പിന്നീട് ആഫ്രിക്കൻ നേഷൻസ് കപ്പ് കളിക്കാൻ അൾജീരിയയ്ക്കൊപ്പം പോയി. സീസൺ അവസാനത്തിൽ അവസരങ്ങളും അധികം ലഭിച്ചില്ല. വോൾവർഹാംപ്റ്റണിൽ മിഡും ഡിഫൻസും ഒരുപോലെ സഹായിച്ചിരുന്ന ഐറ്റ്നൂറി മരസ്കയ്ക്ക് കീഴിൽ പുതിയൊരു തുടക്കം ആഗ്രഹിക്കുകയാണ്. ബെർണാർഡോ സിൽവയുടെ മികവ് ഏത് രീതിയിലാണ് മരസ്ക നികത്തുകയെന്ന് കണ്ടറിയണം. എലിയറ്റ് ആൻഡേഴ്സനെ ടീമിലെത്തിച്ചതിലൂടെ കുറെ കൂടി മൂവ്മെന്റ് ഉള്ള മിഡാണ് സിറ്റി ആഗ്രഹിക്കുന്നത്. പന്ത് എപ്പോഴും കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് ആൻഡേഴ്സൺ. ചെൽസിയിൽ മൊയ്സസ് കൈസാഡോയും എൻസോ ഫെർണാണ്ടസ് എന്നിവരെ ഉപയോഗിച്ചതുപോലെ ഒരു ഓൾ ആക്ഷൻ മിഡ്ഫീൽഡറാണ് അദ്ദേഹം. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൽ നിന്ന് തോമസ് തുഷേലിന്റെ ഇംഗ്ലീഷ് സംഘത്തിലും പ്രധാന താരമാണ് ആൻഡേഴ്സൺ. കമ്പാറ്റീവ് ഡീപ്പ് ലൈയിങ് പ്ലേമേക്കർ എന്ന് വിശേഷിപ്പിക്കാം ഈ 23-കാരനെ. കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ബോൾ റിക്കവറി നടത്തിയതും ഏറ്റവും കൂടുതൽ ഡുവലുകൾ വിജയിച്ചതും ആൻഡേഴ്സൺ ആണ്. മോർഗൻ ഗിബ്സ് വൈറ്റ് ഉണ്ടായിരുന്നിട്ടും ഫോറസ്റ്റിനായി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇക്കഴിഞ്ഞ ലോകകപ്പിൽ റോഡ്രിക്കൊപ്പം ഏറ്റവും അധികം ടാക്കിളുകൾ നടത്തിയതും ആൻഡേഴ്സൺ തന്നെയായിരുന്നു. റോഡ്രിയുടെ അഭാവമാകും സിറ്റിക്കും മരസ്കയ്ക്കും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്നത്. റയലിലേക്ക് ചേക്കാനൊരുങ്ങുന്ന റോഡ്രിക്ക് പകരക്കാരനെ കണ്ടെത്തുക അത്ര എളുപ്പമല്ല. റോഡ്രിയിൽ ലോസ് ബ്ലാങ്കോസിന് ആദ്യമൊരു ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും പിന്നീട് വന്ന പരിക്കിനെ തുടർന്ന് റയൽ പിന്നോട്ട് പോയിരുന്നു. എന്നാൽ ലോകകപ്പിൽ സ്പെയിനെ കിരീടത്തിലേക്ക് നയിച്ചതും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ നേടിയതുമെല്ലാം വീണ്ടും മാർക്കറ്റിലിറങ്ങാൻ റയലിനെ പ്രേരിപ്പിച്ചു. സ്പെയിനിലേക്കും ലാലിഗയിലേക്കും മടങ്ങി വരാനുള്ള ആഗ്രഹം റോഡ്രിയും മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചിരുന്നു.
എന്നാൽ റോഡ്രിയെ മുന്നിൽ കണ്ടുള്ള പദ്ധതികളായിരുന്നു മരസ്ക നടത്തിയിരുന്നത്. മരസ്കയുടെ ഫ്ലോയിഡ് സിസ്റ്റത്തിൽ വിവിധ റോളുകളിൽ കളിക്കാനും പ്രതിരോധത്തിൽ നിന്ന് ആക്രമണങ്ങൾ നയിക്കാനും ലോകകപ്പ് നേടിയ ക്യാപ്റ്റൻ എന്ന നിലയിൽ നേതൃപാടവം കാണിക്കാനും റോഡ്രിക്ക് കഴിയും. ലോകകപ്പിൽ തിളങ്ങിയ മൊറോക്കോയുടെ യുവതാരം ബുവാദി ഒരു പരിധിവരെ റോഡ്രിയുടെ ചുമതല ഏറ്റെടുത്തേക്കും. AC മിലാനിൽ നിന്നെത്തിയ റൈൻഡേഴ്സൺ തുടക്കത്തിൽ സ്ഥിരതയുള്ള പ്രകടനം പുറത്തെടുത്തിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന സീസണിൽ വലിയ പ്രതീക്ഷയിലാണ് താരമുള്ളത്. എന്തായാലും സിറ്റി തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. 2020 സീസൺ മുതൽ ലോകത്തെ ഏറ്റവും കോമ്പറ്റിറ്റീവ് ലീഗിൽ തുടർച്ചയായി 4 തവണ കിരീടം ചൂടിയിട്ടുണ്ടവർ. കഴിഞ്ഞ സീസണുകളിൽ ആഴ്സണലിനും ലിവർപൂളിനും മുന്നിൽ അടിയറവ് വെച്ച ലീഗ് കിരീടം തിരിച്ചു പിടിക്കാനൊരുങ്ങി തന്നെയാണ് സിറ്റി ഇക്കുറി ഇറങ്ങുന്നത്.